ഒരു ചൈനീസ് കല്യാണം ഒന്ന് കണ്ടു നോക്കിയാലോ? എന്നാൽ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇവിടെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെക്കന് സ്വന്തമായിട്ട് വീടൊക്കെ വേണം കേട്ടോ. ഇവർ കുറേ നാൾ ലിവിങ് ടുഗദർ ആയിട്ടൊക്കെ ജീവിച്ചതിന് ശേഷമാണ് ഇവർ കല്യാണം കഴിക്കുക. പലരും കൊച്ചായിട്ടൊക്കെയാണ് കല്യാണം കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ റെഡ് കളറിലുള്ള കാർപ്പറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ അവിടെ നിന്നപ്പോൾ ഇതാ നമ്മുടെ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. റോൾസ് റോയ്സ് കാറിലാണ് ചെക്കനും പെണ്ണും വന്നിറങ്ങിയതിന് ശേഷം അവരെ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അവരെ ആനയിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം അവർ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കല്യാണത്തിന് നോക്കിക്കേ ഇത്രത്തോളം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം കുറച്ച് പേരൊക്കെ അവരുടെ വീട്ടിലോട്ട് പോയതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഇവരെല്ലാം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവേ. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ്. അപ്പം കല്യാണ പെൺകുട്ടി എത്ര ഇതോടുകൂടിയാണ് നമ്മളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് നോക്കിയാൽ, ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൾ ഫോട്ടോയ്ക്ക് ഫോസൊക്കെ ചെയ്ത് നിന്ന് തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ്. 14ാമത്തെ നിലയിൽ പുള്ളിക്കാരത്തിയും 13ാമത്തെ നിലയിൽ ഞാനുമാണ്. അങ്ങനെ ഞാൻ ഏതൊക്കെ ആയാലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് എടുത്തത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചൊക്കെ ആയതിന് ശേഷമൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഇവർക്ക് ആർക്കും ഈ പറഞ്ഞതുപോലെ ഇവരുടെ പാരൻസിൻ്റെ കൂടെ ഒന്നും ജീവിക്കാൻ ഇഷ്ടമില്ല. ഇവിടെയും അമ്മായിമ്മപ്പോരൊക്കെ ഉണ്ടെന്നേ. അത് നിങ്ങളാരോടും പറയാനൊന്നും പോകണ്ട, ഞാൻ നിങ്ങളോട് രഹസ്യമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചൈനീസ് ഫ്രണ്ട് പറഞ്ഞതാണ്, നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കതുകൊണ്ട് ഇവർ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇവരുടെ പാരൻസിൻ്റെ വീട്ടിലൊക്കെ പോവും. പക്ഷേ ഇവർക്കൊരു സ്വന്തമായിട്ട് വീടുണ്ടാവും. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലേ ഇവർ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ അവരുടെ വീട്ടിൽ ജസ്റ്റ് കിടക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പാരൻസിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇവരൊന്നും ഉണ്ടാക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. കാരണം വെച്ചാൽ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണല്ലോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന പ്രോവിൻസായ ഷെജിയാങ് പ്രോവിൻസിൽ സ്ത്രീകളായിരിക്കും എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. ആണുങ്ങളാണ് വീട്ടിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആണുങ്ങൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതുപോലെ ലിഫ്റ്റിൽ വരെ എല്ലായിടത്തും ഇതുപോലെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റിലും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കല്യാണം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ കുറേ ബെൻസ് കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാരെല്ലാം ഒരേ ടൈപ്പ് കാറിലായിരിക്കും വരുന്നത്. ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ ബെൻസ് ആണെങ്കിൽ എല്ലാവരുടെയും ബെൻസ് കാറായിരിക്കും. ഇപ്പോൾ BMW ആണെങ്കിൽ എല്ലാം BMW അതുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു 10-20 ബെൻസ് കാർ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവരുടെ കൂടെ വിരുന്നിന് പോകാൻ വന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചൈന വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, ഇനി ചൈനയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്